ഭാരതാംബ വിവാദം ഗവർണറുടെ രാജ്ഭവനിൽ മാത്രമല്ല, ഇപ്പോൾ അത് ഹൈക്കോടതിയിലും വിവാദമായി മാറിയിരിക്കുന്നു. ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ ഹൈക്കോടതിയിലും വിവാദം. RSS അനുകൂല സംഘടന നടത്തിയ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിൽ പ്രതിഷേധം ശക്തം. പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന ജഡ്ജിമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രംഗത്തെത്തി. ഭാരതാംബയ്ക്ക് ഐത്തം കൽപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ മൂല്യശോഷണമെന്നാണ് വിമർശനം. ഭാരതാംബയുടെ ചിത്രം നോക്കി ആരാണ് ഈ സ്ത്രീ എന്നാണ് ചിലരുടെ ചോദ്യം. ആളുകളുടെ ചിന്ത ഇത്രയും തരം താഴ്ന്നോ എന്നും ഗവർണർ ചോദിച്ചു. ആ പ്രതികരണം കേൾക്കാം. Even Bharat Mata is considered as untouchable. Many of them, they don't want to attend this program because of Bharat Mata. That is how we practice. I don't know from where we got these ideas. Bharat Mata can be aligned to us. ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം ദേവരാജ്, ഗുഡ് മോർണിംഗ്. ശ്യാം ദേവരാജ്, രാജ്ഭവനിൽ നിന്നിറങ്ങി നേരെ ഹൈക്കോടതിയിലേക്ക് വന്നോ ഭാരതാംബ? ഭാരതാംബ വിവാദത്തിൽ എന്തായാലും ജഡ്ജിമാർ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. അതിനെയും ഗവർണർ വിമർശിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യശോഷണം എന്നാണ് ഗവർണർ പറയുന്നത്. യഥാർത്ഥത്തിൽ കുറച്ചുകൂടി നല്ല വിദ്യാഭ്യാസം കിട്ടിയതിൻ്റെ ഫലമാണ് എന്നുള്ളതല്ലേ വാസ്തവം? എന്തായാലും ഇത് ഏത് സാഹചര്യത്തിലാണ് ഭാരതാംബ ഹൈക്കോടതിയിലെത്തിയത്? ശ്യാം ദേവരാജ്. ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. ഭാരതാംബ വിവാദം ഹൈക്കോടതിയിലും കത്തിപ്പടരുന്നത് ഈ ഭരണഘടനാ ദിനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഭാരതീയ അഭിഭാഷക പരിഷത്ത് RSSന്റെ അഭിഭാഷക സംഘടനയാണ്. അവർ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതിലാണ് ഗവർണർ പങ്കെടുത്തത്. ഇതിൽ ചീഫ് ജസ്റ്റിസിനെ അടക്കം ക്ഷണിച്ചിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് മുതിർന്ന ജഡ്ജിമാരടക്കം ചീഫ് ജസ്റ്റിസ് ഇത് പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകൾ വിട്ടുനിൽക്കുകയും ചെയ്തു. ഇതിലാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉയർത്തുന്നത്. അത് ജഡ്ജിമാർക്കെതിരെയാണ് ആ വിമർശനം. പ്രത്യേകിച്ചും ഇതിൽ രണ്ട് കാര്യങ്ങൾ. ഇത് ഹൈക്കോടതിയിലെ ഓഡിറ്റോറിയത്തിലാണ് നടന്നത് എന്നതാണ്. രണ്ടാമത്തേത് ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി DYFI ഇന്നലെ തന്നെ പരാതിയും നൽകിയിരുന്നു. ഇതിൽ ഗവർണർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഭാരതാംബയ്ക്ക് ഐത്തം കൽപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ മൂല്യശോഷണം എന്നതാണ് ഗവർണർ പറയുന്നത്. ഭാരതാംബയുടെ ചിത്രം വെച്ചതിന്റെ പേരിൽ ചിലർ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഭാരതമാതാവിനെ ആഘോഷിക്കുന്നില്ലെങ്കിൽ മറ്റെന്താണ് ആഘോഷിക്കേണ്ടതെന്ന ചോദ്യവും കൂടി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഭാരതാംബയുടെ ചിത്രം നോക്കി ആരാണ് ഈ സ്ത്രീ എന്നാണ് ചിലരുടെ ചോദ്യം. ആളുകളുടെ ചിന്ത ഇത്രയും തരം താഴ്ന്നോ? ഇത്തരം ചിന്തകൾ സാംസ്കാരിക അധപതനം എന്ന കാര്യവും കൂടിയാണ് ഗവർണർ പറയുന്നത്. അത് ഈ പരിപാടിയിലാണ്, ഈ ഭാരതീയ അഭിഭാഷക പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ജഡ്ജിമാരെ പരോക്ഷമായി തന്നെ വിമർശിച്ച ഈ രീതിയിലുള്ളൊരു വലിയ വിമർശനം ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ രാജ്ഭവനിൽ നിന്നിറങ്ങി ഭാരതാംബ ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ, ദേവാലയങ്ങളിലേക്ക് പള്ളിക്കൂടങ്ങളിലേക്ക് വരരുതേ ദൈവമേ എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഭാരതാംബയ്ക്ക് ഈ ഹൈക്കോടതിയിലും വന്ന് വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതായിരിക്കും പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യം. രാഷ്ട്രീയമാണ് സാർ, പക്ഷേ ജഡ്ജിമാരതിൽ പങ്കെടുത്തില്ല. അവരതിൽ നിന്ന് യുക്തിപൂർവ്വം തന്നെ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഹൈക്കോടതിയുടെ ഓഡിറ്റോറിയത്തിൽ RSS അനുകൂല അഭിഭാഷക സംഘടന സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഗവർണർ ഇപ്പോൾ ഇങ്ങനെയൊരു വിമർശനം ഉയർത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ മൂല്യശോഷണമാണത്രേ ഭാരതാംബയെ അംഗീകരിക്കാത്തത്. കലികാലം എന്നൊക്കെ നമ്മൾ പറയില്ലേ.